ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കെനി ഡസ്കർ. അപ്പോൾ ഞങ്ങൾ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു, നമ്മൾ ഇനി അടുത്ത് ഇടാൻ പോണ വീഡിയോയിൽ ഒന്ന് നമ്മുടെ കാനഡയിൽ ചാൻസസ് ആയിട്ടുള്ള കൺസർവേറ്റീവ് ആയിട്ടുള്ള പാർട്ടി വരാനായിട്ട് വളരെ ചാൻസസ് ഉണ്ട്. അതായത് ഇപ്പോഴത്തെ ഉള്ള ജസ്റ്റിൻ ട്രൂഡോയുടെ ലിബറൽ അല്ല പാർട്ടി, അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്ന കൺസർവേറ്റീവ് ആണ്. പിയർ പോളിയോവ് ആണ് പ്രൈം മിനിസ്റ്ററായിട്ട് വരാനായിട്ട് ഹൈ ആയിട്ട് ചാൻസസ് ഉണ്ടെന്ന് എല്ലാവരും ഹൈ പോളിങ്ങിലൂടെ നമ്മൾ പറയുന്നത്. അപ്പോൾ പുള്ളിയുടെ നമ്മളറിയാം, നമുക്ക് ഇലക്ഷന് മുമ്പ് ഈ മാനിഫെസ്റ്റോ, അതായത് ഒരു പാർട്ടി വെക്കുന്ന മാനിഫെസ്റ്റോ, അതായത് അവർ വരുമ്പോൾ എന്തൊക്കെ ചെയ്യും എന്ന് പല കാര്യങ്ങൾ പറയുന്നതാണ് ഈ മാനിഫെസ്റ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അവർ എന്താണ് ഇമിഗ്രേഷനെ പറ്റി പറഞ്ഞേക്കുന്നതെന്ന് പല ആൾക്കാർക്ക് അറിയാൻ താല്പര്യം ഉണ്ടാകും. കാരണം ഇത് അറിഞ്ഞേ പറ്റൂ. കാരണം നിങ്ങൾ ഇനി വരാനായിട്ട് കാനഡയിൽ ഉദ്ദേശം ഉണ്ടെങ്കിൽ ഇത് മസ്റ്റായിട്ട് അറിയേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ പിയർ പോളിയോവിനാണ് ഫസ്റ്റ്ലി നല്ല രീതിയിൽ ഹൈ ചാൻസസ് ഈ വരുന്ന കാനഡയിലെ ഇലക്ഷൻ. ഒക്ടോബറിനാണ് ഇലക്ഷൻ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ടൈം. പക്ഷെ അതിന് മുമ്പും സംഭവിച്ചേക്കാം. നമുക്കറിയാം, ജസ്റ്റിൻ ട്രൂഡോ ഓൾമോസ്റ്റ് റിസൈൻ ചെയ്തു. ഇനി അവരുടെ പാർട്ടിയിൽ ആരാണ് ഇലക്ഷന് ലീഡർഷിപ്പ് വഹിക്കുന്നതെന്ന് മാത്രമുള്ള ഒരു കൺഫ്യൂഷൻ. കാൻഡിഡേറ്റ്സിനെ ഇങ്ങനെ ചൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമാണ് ഇലക്ഷന് വേണ്ടിയുള്ള. അപ്പോൾ അതിനിടയ്ക്ക് അവരുടെ പാർട്ടിയുടെ ഇടയ്ക്ക് കുറെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അവർ ഒരു കാൻഡിഡേറ്റ് സെലക്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും ഇലക്ഷൻ പ്രഖ്യാപിക്കും. അതായത് ഒരു മാർച്ച് ആകുമ്പോഴേക്കും അവർ പാർലമെന്റിൽ വരും. മേ ബി ഏപ്രിൽ മെയ്, നമുക്കറിയില്ല എന്നാണ് എന്ത് സംഭവിക്കാൻ പോണെന്നുള്ളത്. അപ്പോൾ പറയാൻ വന്നൊരു കാര്യം എന്ന് വെച്ചാൽ, പുള്ളിയുടെ പല പ്രഖ്യാപനങ്ങളും പുള്ളി പല രീതിയിലും ഓൺലൈൻ മീഡിയയിലും പുള്ളി പല പ്രസ്സിലൂടെയും പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പുതിയ വരാൻ പോകുന്ന പ്രധാനമന്ത്രിയുടെ കാര്യം ഞാൻ പറയുന്നത് ഓൾമോസ്റ്റ് ഉറപ്പാണ്. ഇനി അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും സംഭവിച്ചു. പക്ഷെ എന്നാലും പുള്ളിയുടെ ഒരു മാനിഫെസ്റ്റോയുടെ ഭാഗത്തിൽ ഇമിഗ്രേഷനിൽ പുള്ളി പല റൂൾസും വെച്ചിട്ടുണ്ട്. അതിൽ മെയിനായിട്ട് നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ, കാനഡയിൽ കഴിഞ്ഞ 4 കൊല്ലം, അതായത് പോസ്റ്റ് കോവിഡ്, നമുക്ക് ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ 40 ലക്ഷം ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം എന്ന് പറഞ്ഞിട്ട് സ്റ്റാറ്റ്സ് കാനഡ ഡാറ്റ വെച്ചിട്ട് 20 ലക്ഷം മാത്രമേ ഫുൾ ടൈം ജോബ്സ് ക്രിയേറ്റ് ആയിട്ടുള്ളൂ. അതായത് ജോബ്സിൻ്റെ ഡബിൾ ഇരട്ടിയാണ് ആൾക്കാർ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ പല വീഡിയോസിലും റീൽസിലും ആൾക്കാർ പറയുന്ന പോലെ പാർട്ട് ടൈം ജോബില്ല, ഫുൾ ടൈം ജോബില്ല, ഞങ്ങൾക്കിവിടെ കള്ളിയില്ല എന്ന് പറയാനുള്ള കാരണം തന്നെ ആൾക്കാർ ഇവിടെ ഉള്ള ജോബ്സ് ക്രിയേറ്റ് ചെയ്യുന്നതിനേക്കാളും ഡബിളാണ്. അപ്പോൾ പുള്ളിയുടെ ഫസ്റ്റ് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് 3 ഇയേഴ്സ്, അതായത് പുള്ളി ഇലക്ഷന് കയറി നെക്സ്റ്റ് 3 ഇയേഴ്സ് പുള്ളി പോസ്റ്റ് ജസ്റ്റിൻ ട്രൂഡോ എറ, അതായത് നമ്മുടെ ഹാർപ്പർ ഗവൺമെൻറ് കൺസർവേറ്റീവ് ആയിരുന്നു 2015 മുമ്പ് ഉണ്ടായത്. ആ സമയത്തുണ്ടായ ഒരു വർഷം ഉണ്ടായിരിക്കുന്ന PR ഇൻടേക്കിലോട്ട് കൊണ്ടുപോകുന്ന പറയാം. അതായത് ഇപ്പോൾ ജസ്റ്റിൻ ട്രൂഡോ വിളിക്കുന്നത് 500,000, അതായത് നാട്ടിൽ പറയുമ്പോൾ എനിക്കൊണ്ട് 5 ലക്ഷം ആണ് ഒരു വർഷം PR കൊടുക്കുന്നത്. അപ്പോൾ ഇനി അത് ട്രൂഡോ 2015 വന്ന മുമ്പ് ഉണ്ടായിരുന്ന ഒരു നമ്പറിലോട്ട്, അതായത് ഏറെക്കുറെ 150 to 200,000, അതായത് നാട്ടിലെ 1.5 ലക്ഷം തുടങ്ങി 2 ലക്ഷം വരെ, അതായത് ഇപ്പോൾ ഉള്ളതിൻ്റെ മോർ ദാൻ ഹാഫ് കട്ട് ചെയ്യും. ഇതിപ്പോൾ ജോബ്സിന്റെ കാര്യത്തിൽ മാത്രമല്ല, ആക്ച്വലി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഹെൽത്ത് കെയർ സിസ്റ്റം ആണെങ്കിലും ഇവിടുത്തെ അതുപോലെ തന്നെ ഹൗസിങ്ങിന്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ ഭയങ്കര ഒരു ക്രൈസിസ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. കാരണം ഇത്രയും ആൾക്കാർ, ഇപ്പം നമുക്കറിയാം നമ്മുടെ രാജ്യത്താണെങ്കിലും എന്തുകൊണ്ടാണ് ഈ ആൾക്കാർ ജോലി ഇല്ല എന്നും പറഞ്ഞാണ് ഓരോ സ്ഥലങ്ങളിലേക്ക് സ്പ്ലിറ്റായി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജോലി ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അത്രയും അവിടെ ജോബ് ക്രിയേറ്റ് ആവണില്ല. അപ്പോൾ അത്രയും ജോബ് ക്രിയേറ്റ് ആവണില്ലാത്തത് കൊണ്ട് തന്നെ ആൾക്കാർ ഓരോ രാജ്യങ്ങളിലേക്ക് വരുന്നു. അപ്പോൾ അതുപോലെ കാനഡയിലോട്ട് വന്നു കഴിയുമ്പോഴും സിറ്റുവേഷൻ ഇത് തന്നെയാണെങ്കിൽ ശരിക്കും പറഞ്ഞ ആൾക്കാർക്ക് ജീവിക്കാനായിട്ട് ഈ പറഞ്ഞ പോലെ ജോലി എന്താണല്ലോ അത്യാവശ്യമാണ്. നമുക്ക് സാലറി ഇല്ലാതെ ഇവിടുത്തെ കാര്യങ്ങളൊന്നും നടന്നു പോകില്ല. അതുപോലെ ഈ സാലറി ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് നല്ലൊരു വീട് വാങ്ങിക്കാനാണെങ്കിൽ ഇവിടെ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ വീട് ഇപ്പോൾ നല്ലൊരു സാലറി ഉള്ളവരാണെങ്കിൽ ഇവിടെ വീട് വാങ്ങിക്കാമെന്ന് വിചാരിച്ചാൽ പോലും ഇപ്പോഴത്തെ ഒരു കണക്കനുസരിച്ച് ഏകദേശം, അതായത് 4 പേർക്ക് ഒരു വീടെന്നുള്ള ഒരു രീതിയിലായിരുന്നു. പണ്ടത്തെ കണക്ക് വെച്ചിട്ട് ഓരോ 2 കനേഡിയൻസിനും ഒരു വീടുണ്ടായി. പക്ഷെ ഇപ്പോൾ അത് ഡബിളായി, അതായത് ഓരോ 4 കനേഡിയൻസ് 5 കനേഡിയൻസിനും മാത്രമേ ഒരു വീടുള്ളൂ. അപ്പോൾ പറഞ്ഞു വരുന്നത് നെക്സ്റ്റ് 3 ഇയേഴ്സിലേക്ക് ഈ പറഞ്ഞ പോസ്റ്റ് ജസ്റ്റിൻ ട്രൂഡോ എറ എന്നുള്ള രീതിയിൽ ആ സമയത്തുണ്ടായ PR എടുക്കുന്ന ആ ഒരു കോട്ടയിലോട്ട് എത്തും. അത് 1.5 ലക്ഷം ആ ഒരു റേഞ്ച് 150,000 to 200,000 എത്തും. ഈ 500,000 എന്നുള്ള ജസ്റ്റിൻ ട്രൂഡോയുടെ കട്ട് മാറ്റി അതിലോട്ട് എത്തും. അത് കഴിഞ്ഞ് ഈ 3 കൊല്ലം കഴിഞ്ഞ് ഒന്ന് സ്റ്റഡി ആക്കി കഴിഞ്ഞിട്ട് ബേസ്ഡ് ഓൺ ജോബ്സ്, ഹെൽത്ത് കെയർ ആൻഡ് ഹൗസിങ്, അതായത് ഈ 3 കാര്യം, ജോബ്സ്, ഹെൽത്ത് കെയർ ആൻഡ് ഹൗസിങ്ങിനെ ബേസ് ചെയ്ത് മാത്രം, അതായത് ഇപ്പോൾ 20 ലക്ഷം ജോബ്സാണ് ഒരു വർഷം ഉണ്ടാകുന്നതെങ്കിൽ, ഒരു എക്സാമ്പിളാണ് പറയുന്നത്,
അതിനനുസരിച്ച് മാത്രമേ, അപ്പോൾ അത് ആരാണ് ആ ഇൻഫർമേഷൻ കൊടുക്കണമെന്ന് വെച്ചാൽ നമുക്കിവിടെ ഗവൺമെൻറ് ആയിട്ടുള്ള സ്റ്റാറ്റ് കാനഡ ഏജൻസീസ്, പല ഏജൻസീസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ബേസ് ചെയ്ത്, അല്ലെങ്കിൽ നമുക്ക് തന്നെ അറിയാം ഇവിടെ ഒരു ഹെൽത്ത് കെയറിൽ ഒരു ഡോക്ടറിനെ കിട്ടാൻ എത്ര പാടാന്നുള്ളത്, അപ്പോൾ ഹൗസിങ് എത്ര പാടാന്നുള്ളത് ഞങ്ങൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതിന് ബേസ് ചെയ്ത് മാത്രമേ ഈ 3 കൊല്ലം ഒന്ന് സ്റ്റഡി ആയി കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇത് പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ചാൻസസ് ഹായ് ഗൈസ്, അപ്പോൾ നമുക്ക് ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ഇതേപോലെ ഞങ്ങളോട് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ വീഡിയോയുടെ താഴത്ത് എൻക്വയറി എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യുക. ആ കമൻറ്റ് ചെയ്ത സ്ക്രീൻഷോട്ട് ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാൻ പറ്റും. നമുക്ക് എന്തെങ്കിലും പറഞ്ഞു തരാനുണ്ടെങ്കിലും, നമുക്ക് പേഴ്സണലായിട്ട് എന്തെങ്കിലും അഡ്വൈസ് അറിയാവുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഷെയർ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മളെ പേഴ്സണലി ചിലപ്പോൾ വിളിക്കാൻ പറ്റുന്ന ആൾക്കാർ, വിളിക്കണം അങ്ങനെ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ഇൻസ്റ്റാഗ്രാം ചാറ്റിലോട്ട് വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് സംസാരിച്ചിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ അതനുസരിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് എന്താ പറയുക ഇല്ലെങ്കിൽ, നിങ്ങൾക്ക് പബ്ലിക്കലി നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇതിൽ കമൻറ്റ് ചെയ്യാം. പക്ഷേ നമ്മൾ പറയുന്ന കാര്യം എന്ന് പറയുമ്പോൾ കുറേ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പോകും. അതുകൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി ഇൻസ്റ്റാഗ്രാം ഉള്ളവർ ഡെഫിനറ്റ്ലി എൻക്വയറി എന്ന് പറഞ്ഞ കമൻറ്റ് അടിച്ചിട്ട് അതിൽ കാണിക്കുക, നമുക്ക് അതിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. അല്ലാത്തവർക്ക് ഇതിൽ കമൻറ്റ് ചെയ്യാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ താങ്ക് യു സോ മച്ച്. പോയിന്റുകൾ കൂടാൻ സാധ്യതയുണ്ട്. അതായത് ഇപ്പോൾ PNP ആയിക്കോട്ടെ, എക്സ്പ്രസ് എൻട്രി ആയിക്കോട്ടെ, ഇതിനായിക്കോട്ടെ പോയിന്റുകൾ കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ആണ് ഞങ്ങൾ പറയുന്ന ഫസ്റ്റ് പോയിന്റ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ചിലവർ വിചാരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഓക്കെ അങ്ങനെയാണെങ്കിൽ പോലും നമുക്ക് ഇത്രയും ആൾക്കാരെ, ഇപ്പോൾ 200,000 ആൾക്കാരെ കൊണ്ടുവരുന്നെങ്കിൽ പോലും ഓക്കെ ഇന്ത്യയിൽ നിന്ന് അത്രയും ആൾക്കാരെ കയറ്റില്ല, അല്ലെങ്കിൽ ചൈനയിൽ നിന്ന് ഇത്രയും ആൾക്കാരെ കയറ്റില്ല എന്നുള്ള ചിന്ത പലർക്കും ഉണ്ടാവും. നമുക്കിത് ഫുള്ള് കിട്ടത്തില്ല എന്നുള്ളത്, ഇത്രയും ആൾക്കാർക്ക് മാത്രം കയറി വരാമെന്നുള്ള ഓപ്ഷൻ ആക്ച്വലി അതിനുള്ള ചാൻസസും കുറവാണ്. കാരണം ഇതിനെല്ലാം ക്യാപ്പ് വെക്കുന്നുണ്ട്. ഈ ക്യാപ്പ് വെക്കുമെന്ന് പറയുമ്പോൾ കൺട്രി ബേസ്ഡ് ക്യാപ്പ്, അതെ, കൺട്രി ബേസ്ഡ് ക്യാപ്പ് വെക്കുന്നുണ്ട്. പക്ഷേ ഇതിപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കൺട്രിയിൽ നിന്ന് ഇത്ര പേര് വേറൊരു, അതായത് ഏകദേശം ഇപ്പോൾ എത്ര കൺട്രി ഉണ്ടോ, ഇവർ എത്ര കൺട്രിയിൽ നിന്ന് ആൾക്കാരെ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ, അവിടെ നിന്ന് എല്ലായിടത്തുനിന്നും ഈ പറഞ്ഞ പോലെ ഈക്വലി സ്പ്ലിറ്റ് ചെയ്ത്, അതായത് ഒരു സ്ഥലത്തു നിന്ന് മാത്രം ഒരുപാട് ആൾക്കാരെ കയറ്റി വേറൊരു കൺട്രിയിൽ നിന്ന് വളരെ കുറച്ച് ആൾക്കാരെ കയറ്റി, അങ്ങനത്തെ ഒരു സെറ്റപ്പ് അല്ല. അത് കംപ്ലീറ്റ് അവർ ചേഞ്ച് ചെയ്ത് എല്ലായിടത്തും ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞ പോലെ തന്നെ ആൾക്കാരെ കൊണ്ടുവരാൻ ആയിട്ട് ഇവർ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഡെഫിനറ്റ്ലി ഈക്വൽ ആയിരിക്കും എന്ന് ചോദിച്ചാൽ എക്സാക്ട് ഈക്വൽ ആയിരിക്കില്ല. കാരണം നമ്മുടെ രാജ്യം വലിയ പോപ്പുലേഷനാണ്. പക്ഷേ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, ഇപ്പോൾ നിങ്ങൾ ഇവിടെ വരുമ്പോഴോ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ UK ഒക്കെ അല്ലെങ്കിൽ വേറെ രാജ്യം ആയിക്കോട്ടെ, നമ്മളിവിടെ വരുമ്പോൾ ഇന്ത്യ കാണാനോ അല്ലെങ്കിൽ ചൈന കാണാനോ അല്ലെങ്കിൽ നമ്മളൊരു അറബ് നേഷൻ കാണാനോ അല്ല വരുന്നത്. നമുക്കൊരു പ്രോപ്പറായിട്ടൊരു മിക്സ്ചർ വേണം. അതായത് പല രാജ്യം, ഇപ്പോൾ കുറച്ച് ഇറ്റാലിയൻസ് വേണം, ഇപ്പോൾ കുറച്ച് ജർമ്മൻസ് വേണം, അല്ലെങ്കിൽ കുറച്ച് നമ്മുടെ അറബ്സ് വേണം, അല്ലെങ്കിൽ കുറച്ച് ജാപ്പനീസ് വേണം, അപ്പോൾ ഇതിന് ഇന്ത്യൻസ് വേണം. അപ്പോൾ ഇതിനെല്ലാം ഒരു മിക്സ്ചർ വേണം. അപ്പോൾ കൺട്രി ബേസ്ഡ് ക്യാപ്പ് വെക്കാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് എങ്ങനെയാണ് ആ ക്യാപ്പ് അവർ ഡിസൈഡ് ചെയ്യുക എന്നുള്ളത് നമുക്കിപ്പോഴും അറിയില്ല. ഇത് പല പുള്ളി കൊടുത്തേക്കുന്ന ഇൻ്റർവ്യൂസിലും പുള്ളി ഇതിൽ പറഞ്ഞേക്കുന്ന പല ഇതിലുമുള്ള കാര്യങ്ങളുടെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത്. ആ ക്യാപ്പ് എങ്ങനെയായിരിക്കും, എന്തായിരിക്കും, ഇനി കൊണ്ടുവരോ ഇല്ലയെന്ന് അറിയില്ല. പക്ഷേ വളരെ ഹൈ ചാൻസസ് ആണ്. കാരണം അതിലൊരു കാരണം തന്നെ നമ്മുടെ നാട്ടിൽ നിന്നാണെങ്കിലും പല രാജ്യത്തു നിന്നാണെങ്കിലും ഇവിടെ വരുന്ന കാണിക്കുന്ന ഒരു ഇമിഗ്രേഷനെതിരെയുള്ള പ്രൊട്ടസ്റ്റും കൂടിയുണ്ട്. ഇപ്പോൾ ഇന്ത്യൻസിനെതിരെ തന്നെ നല്ല ഹേറ്റഡ് ഉണ്ട്. അത് കുറേയൊക്കെ നമ്മുടെ കയ്യിലിരിപ്പും കൂടിയുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ക്യാപ്പ് തന്നെ വരാനുള്ള സാധ്യത കൂടുതൽ. നമ്മൾ ഈ പറഞ്ഞ പോലെ, അതായത് ഇപ്പോൾ ഒരു സ്ഥലത്തുനിന്ന് നമ്മൾ വേറൊരു കൺട്രിയിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ ഇവിടുത്തെ കൾച്ചറുമായിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്യേണ്ടത് നമ്മുടെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ആൾക്കാർക്കും അതിനോടാണ് താല്പര്യം കൂടുതൽ. നമ്മൾ ഇവിടെ വന്നു കഴിയുമ്പോഴേക്കും നമ്മുടെ കൾച്ചർ ഇവിടെ കൊണ്ടുവരുന്നത് ആക്ച്വലി അവർക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ശരിക്കും പറഞ്ഞാൽ നടക്കുന്നുണ്ട്, ഇവർക്ക് താല്പര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ. പിന്നെ കൾച്ചർ കൊണ്ടുവരാന്ന് പറയുമ്പോൾ നമുക്ക് നാട്ടിലെ പോലെ നമുക്ക് ആഘോഷിക്കാൻ പറ്റില്ല, അതൊന്നുമല്ല. നമുക്ക് നമ്മുടേതായിട്ടുള്ള പ്രൈവറ്റ് സ്പേസുകളിലും നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒതുങ്ങി, നമുക്ക് ഇത് നമ്മൾ മാത്രമല്ല അവരും അത് തന്നെ ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ ആൾക്കാർക്ക് കുറച്ചും കൂടി എന്താ പറയുക എക്സ്പ്രസിങ് ടൈപ്പ് മെൻറ്റാലിറ്റി. ഇപ്പോൾ പടക്കമാണെങ്കിൽ പോലും റോട്ടിലിരുന്ന് പൊട്ടിക്കുക, അല്ലെങ്കിൽ നമുക്ക് ഡാൻസ് റോട്ടിൽ നിന്ന് കളിക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള പല നമ്മുടെ നാട്ടിൽ കാണിക്കുന്ന കാഴ്ചകളും നമുക്കിപ്പോൾ പല റീൽസിലാണെങ്കിലും UK, കാനഡ, ഓസ്ട്രേലിയയിലാണെങ്കിലും ഏത് രാജ്യത്തും കാണാം. അപ്പോൾ അതുകൊണ്ട് ഒരു ബ്ലെൻഡ് എല്ലാവർക്കും വരാൻ വേണ്ടിയാണ് ക്യാബ് ബേസ് സിസ്റ്റം കൊണ്ടുവരാനായിട്ടുള്ള സാധ്യത കൂടുതൽ. നമുക്ക് എല്ലാ എൻജോയ്മെന്റും ശരിക്കും പറഞ്ഞാൽ ഇവിടെ ചെയ്യാം, അതിനൊന്നും കുഴപ്പമില്ല. നമ്മൾ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ബേസിക്കലി നമ്മുടെ നാട്ടിലാണെങ്കിലും മറ്റുള്ളവരെ എങ്ങനെ, അതായത് ഒരു കാര്യത്തിന് ഒന്നിനും ബുദ്ധിമുട്ടിക്കരുത്, ആ ഒരു ചിന്ത ഇവിടെ കൊണ്ടുവന്നാൽ മാത്രം മതി. അത് ശരിക്കും പറഞ്ഞാൽ അതിവിടെ കൊണ്ടുവരണമെങ്കിൽ തന്നെ ഇവിടുത്തെ കൾച്ചറുമായിട്ട് ബ്ലെൻഡ് ആയി കഴിഞ്ഞാൽ തന്നെ സെറ്റപ്പ് ആവും അത്. പിന്നെ നെക്സ്റ്റ് പറഞ്ഞൊരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞൊരു കാര്യമാണ്. തേർഡ് കാര്യം ഫസ്റ്റ് കാര്യമായിട്ട് ലിങ്ക്ഡ് ആണ്. അതായത് പോയിന്റ്സ് കൂടും എന്നുള്ളത്. പോയിന്റ്സ് കൂടും, പക്ഷേ ഇവർക്ക് ഇവിടെ ആവശ്യമില്ലാത്ത ആൾക്കാർക്കായിരിക്കാം പോയിന്റ്സ് കൂടുന്നത്. ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ തന്നെ നമുക്കറിയാം കാറ്റഗറി ബേസ്ഡ് റോസ് ഉണ്ട്. അഗ്രികൾച്ചർ, കൺസ്ട്രക്ഷൻ, അല്ലെങ്കിൽ ഹെൽത്ത് കെയർ, സ്റ്റെം കാറ്റഗറി. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ ഡിമാൻഡ് എന്താണോ അതിനനുസരിച്ചുള്ള പോയിന്റ്സ് ആയിരിക്കും. അല്ലാതെ എല്ലാവർക്കും കൂടി പണ്ട് കാനഡയിൽ ഉണ്ടായ പോലെ 500 മുകളിലുള്ള എല്ലാവരും, ആ സമയത്ത് ചിലപ്പോൾ 500 മുകളിലുള്ള ഇവിടെ ആവശ്യമില്ലാത്ത പ്രൊഫഷൻസിലുള്ള ആൾക്കാരുണ്ടാവും.
അപ്പോൾ അതുകൊണ്ട് അതൊക്കെ മാറ്റി വെച്ച് ബേസ്ഡ് ഓൺ സ്കിൽസ്, എക്സ്പീരിയൻസ് ആൻഡ് എഡ്യൂക്കേഷൻ അത് ബേസ് ചെയ്ത് മാത്രം അവർക്ക് ആവശ്യമുള്ളവർക്ക് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഇന്ന് ഇപ്പോൾ 450 വിളിച്ചേക്കാം, പക്ഷേ അവർക്ക് ആവശ്യമില്ലാത്തവരെ 530 ആയിരിക്കാം ഇപ്പോൾ വിളിക്കുന്ന പോലെ. അപ്പോൾ 530 ഇരിക്കുന്ന ഒരാൾക്ക് പലപ്പോഴും തോന്നാതെ ഒരു ഡിസ്ക്രിമിനേഷൻ അല്ല. പക്ഷേ ഡിസ്ക്രിമിനേഷൻ അല്ല, ഇവിടെ നിങ്ങൾ ചിന്തിച്ചാലും നിങ്ങൾ വേറെ രീതിയിൽ ആ ഒരു ആംഗിൾ ചിന്തിച്ച് നോക്കി. നിങ്ങൾ നാട്ടിൽ നിന്ന് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നില്ലെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ നല്ലതാണ്. കാരണം നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതേപോലത്തെ ഒരു ജോലി കിട്ടാൻ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇവിടെ ഒട്ടും ആവശ്യമില്ലാത്ത ഒരു ഫീൽഡാണെങ്കിൽ, ഞാൻ ഇന്ന ഫീൽഡൊന്നും പറയുന്നില്ല, ഒരു ഫീൽഡാണെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെട്ട് ഇവിടെ കയറി വന്നു എന്ന് വിചാരിച്ചോ, വന്നു കഴിഞ്ഞിട്ടാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ജോലി ഇവിടെ ഡിമാൻഡ് ഇല്ലെന്ന് നിങ്ങൾ പിന്നീടാണ് അറിയണമെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഈ പറഞ്ഞ പോലെ നാട്ടിൽ നിന്ന് നല്ല ജോബൊക്കെ ആയിട്ട് ഇങ്ങനെ ആൾക്കാർ റിസൈൻ ചെയ്ത് ഇവിടെ ഒരു ഡിമാൻഡ് ഇല്ലെങ്കിൽ, അതെ, എന്നിട്ട് അത് ഇവിടെ വന്ന് പഠിക്കുന്ന സാധനം ശരിക്കും പറഞ്ഞാൽ ഡിമാൻഡ് ഇല്ലാത്തതോ അങ്ങനെയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നാട്ടിൽ നല്ല ഡിമാൻഡ് ആയിരിക്കും, പക്ഷേ ഇവിടെ വന്നിട്ട് ഡിമാൻഡ് അല്ലെങ്കിൽ വേറൊരു കൺട്രിയിലായിരിക്കും അതിന്റെ ഡിമാൻഡ്. നമ്മൾ കുറെ ഈ പറഞ്ഞ പോലെ പാർട്ട് ടൈം ജോബൊക്കെ നമുക്ക് സ്റ്റാർട്ടിങ് ഒന്നും ചെയ്യണതിന് ഒരു കുഴപ്പമില്ല, 2-3 years ഒന്നും ചെയ്യണേ നമുക്ക് പ്രശ്നമില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ജോബ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ നമ്മുടെ കരിയർ ശരിക്കും പറഞ്ഞാൽ മുന്നോട്ട് നല്ല രീതിയിലല്ല പോണത്. അപ്പോൾ അതിനകത്ത് നല്ലൊരു ബ്രേക്ക് വരിക, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പാർട്ട് ടൈം ജോബും കാര്യങ്ങളൊക്കെ ചെയ്ത് വരുമ്പോഴേക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും നമ്മൾ കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും നല്ലൊരു ജോലിയൊക്കെ ചെയ്ത് വന്നിരുന്ന ആൾക്കാർക്ക് ഭയങ്കര ഫ്രസ്ട്രേഷൻ വരും. അപ്പോൾ പിന്നെയാണ് ഇവർ ഞാൻ എൻ്റെ ഈ രാജ്യത്തോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ സംഭവിച്ചു, പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ കുറ്റപ്പെടുത്താനൊക്കെ തുടങ്ങും. അപ്പോൾ അതാണ് ശരിക്കും പറഞ്ഞത്. അപ്പോൾ നമ്മൾ ചിന്തിച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെ വന്ന് കയറുന്നതിലും നല്ലത് എന്തുകൊണ്ടും ബെറ്റർ നേരത്തെ അറിയുന്നതാണ് ഈ പറഞ്ഞ പോലെ ഇവിടെ അതിന് സ്കില്ല് ഡിമാൻഡ് ഇല്ല എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഡിമാൻഡ് ഉള്ള ഒരു രാജ്യം ചൂസ് ചെയ്ത് നിങ്ങൾക്ക് അവിടെ പോയി സെറ്റിൽ ആവുന്ന കാര്യമുള്ളൂ. അതെ, അതുപോലെ തന്നെ ഒരു സംഭവമാണ് ഇപ്പോൾ ഈ പറഞ്ഞാൽ ഇങ്ങനെ ഡിമാൻഡ് ഇല്ലാത്ത ഇതിലാണെങ്കിലും വന്ന് കയറി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് പിന്നെ സ്ട്രഗിൾ എന്താണെന്ന് വെച്ചാൽ പിന്നെ ഇനി ഇവിടുത്തെ ഡിമാൻഡുള്ള ഫീൽഡ് ഏതാണെന്ന് നോക്കി കണ്ടുപിടിച്ച് നമ്മൾ പിന്നെ അവിടെ നിന്ന് കരിയർ സ്വിച്ച് ചെയ്യാൻ നിൽക്കണം. നമുക്ക് ഓൾറെഡി ഇഷ്ടമുള്ള കരിയർ ആയിരിക്കും മറ്റേത്, പക്ഷെ എന്നാൽ പോലും നമ്മളെ ഫോഴ്സ്ഫുള്ളി നമ്മളത് ചെയ്യേണ്ടി വരും നമുക്ക് നല്ലൊരു ജോബിലേക്ക് കയറാനായിട്ട്. അപ്പോൾ അവിടെ നമ്മളൊരു 1-2 years നമ്മൾ സ്പെൻഡ് ചെയ്യണം. നമുക്ക് ഫാമിലി ഉണ്ട്, പിള്ളേരുണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഇതെല്ലാം ടൈം മാനേജ് നമ്മൾ പഠിക്കാനായിട്ട് ഇറങ്ങണം. അങ്ങനെ കുറേ സ്ട്രഗിളും ഇതിന്റെ പുറകെ പിന്നെയും വരും. അതുകൊണ്ട് പോയിന്റ്സ് കൂടുന്നത് നല്ലത് ഒരു സൈനായിട്ട് കൂട്ടുക. കാരണം നിങ്ങൾക്കപ്പോൾ ഡിമാൻഡ് ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ലോകത്ത് മൊത്തം ഡിമാൻഡ് ഇല്ലെന്നല്ല ഇതിനർത്ഥം, കാനഡയിൽ ഡിമാൻഡ് ഇല്ലെന്നാണ് അർത്ഥം. നിങ്ങൾക്കപ്പോൾ വേറൊരു കൺട്രി ചൂസ് ചെയ്യാം, അയർലൻഡോ ന്യൂസിലാൻഡോ ഓസ്ട്രേലിയയോ UK അല്ലെങ്കിൽ ഡിപ്പെൻസ്, നമുക്ക് ഓരോ ഫീൽഡ് ഏതാണോ അതിനനുസരിച്ച് ചൂസ് ചെയ്യാം. അപ്പോൾ അത്രമാത്രം അതിനെ കണ്ടാൽ മതി, ഡിമാൻഡുള്ള ആൾക്കാർക്ക് കയറി വരികയും ചെയ്യാം. അപ്പോൾ അതാണ് അതിനെപ്പറ്റി നമുക്ക് പറയാനുള്ളത്. പിന്നെ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ ഇവിടെ സോഷ്യൽ ഇൻറ്റഗ്രേഷൻ, ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോയിന്റിനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് 4th പോയിന്റ്. അതായത് ഇവിടെ സോഷ്യൽ ഇൻറ്റഗ്രേഷന് വേണ്ടി ആയിട്ടുള്ള ഏജൻസീസ് വരാനായിട്ട് സാധ്യത കൂടുതലുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഇവിടെ വരുന്ന വിസയിൽ ഇപ്പോൾ ടെമ്പററി വിസ ആയിക്കോട്ടെ, സ്റ്റുഡൻറ്റ് വിസ ആയിക്കോട്ടെ, ടെമ്പററി വർക്ക് ആയിക്കോട്ടെ, ഇവിടെ വന്നിട്ട് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല, പല രീതിയിലുള്ള നമുക്ക് ഇന്ന വേറെ പല രാജ്യങ്ങൾക്ക് വേണ്ടി ഇവിടെ കിടന്ന് ഒച്ചപ്പാണ്ടാക്കുന്നതും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സോഷ്യൽ കോസിന് വേണ്ടി നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ കുറേ ടീംസ് വന്ന് ഇവിടെ കിടന്ന് ബഹളം വെക്കുന്നതും അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ. ഇവരിവിടെ വന്നേക്കുന്നത് എന്തിനാണെന്ന് പോലും അറിയാതെ കിടന്നിട്ട് ബാക്കിയുള്ളവർക്കും കൂടി ചീത്തപ്പേരുണ്ടാക്കാനായിട്ട് ഉണ്ടാക്കുന്നൊരു ഇതാണ്. അതാണ് നമുക്ക് പറയുന്നത് ലാക്ക് ഓഫ് സോഷ്യൽ ഇൻറ്റഗ്രേഷൻ എന്ന് പറയുന്നത്. നമുക്ക് സോഷ്യൽ ഇൻറ്റഗ്രേഷൻ ഇല്ലെങ്കിൽ അവർക്ക് മാത്രമല്ല ബാക്കി ചുറ്റുമുള്ളവർക്കും കൂടി അത് എഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഈ പറഞ്ഞ പോലെ ഏജൻസീസും അല്ലെങ്കിൽ അതിനെ ഓവർസീ ചെയ്യാനായിട്ടുള്ള ചാൻസസ് ആൾക്കാർ വരാൻ നല്ല കൂടുതലാണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് ഈ പറഞ്ഞ പോലെ ഡീപ്പോർട്ടേഷൻ പ്ലാൻസ്, അതാണ് നെക്സ്റ്റ് 5th പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് സ്ട്രോങ് ആയിട്ടുള്ള ഡീപ്പോർട്ടേഷൻ പ്ലാൻസ് വരാൻ നല്ല രീതിയിൽ സാധ്യതയുണ്ട്. നമുക്കിപ്പോൾ അറിയാം ഓൾറെഡി ഇതിന്റെ നെയ്ബർ കൺട്രി ആയിട്ടുള്ള US ഡീപ്പോർട്ടേഷൻ എങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കണേന്ന്. അപ്പോൾ ഏകദേശം ഇപ്പം ശരിക്കും പറഞ്ഞാൽ അതുപോലെ ഒരു റെപ്ലിക്ക എന്നൊക്കെ പറയാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പോൾ ഏകദേശം അതുപോലെയൊക്കെ തന്നെ ഒരു പക്ഷേ ഡീപ്പോർട്ടേഷൻ US എന്ത് സ്റ്റാൻസ് എടുത്തിട്ടുണ്ടോ നമ്മൾ ഹിസ്റ്റോറിക്കൽ ഡാറ്റ വെച്ച് നോക്കുമ്പോഴേക്കും അത് കാനഡ ഫോളോ ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ US ഒരു ഡയറക്ഷനിലാണ് പോകണമെങ്കിൽ അതിൻ്റെ അതേ ഡയറക്ഷനിൽ തന്നെയാണ് കാനഡ പോയിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് നാൾ മുമ്പ് പിയർ പോളിയോ ഇന്നേ വരെ പറയാത്തൊരു കാര്യം ട്രംപ് കയറിയ പിന്നെ പറഞ്ഞിട്ടുണ്ട്, ഇന്ന കാറ്റഗറി ഓഫ് ആൾക്കാർ ഇവിടെ കിടന്ന് കൊടി പിടിക്കാനും കാര്യങ്ങളൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഡീപ്പോർട്ടേഷൻ ചെയ്യും എന്നുള്ളത്. അത് ട്രംപ് പറഞ്ഞിട്ടാണ് ഇവിടെ സംഭവിച്ചത്, അത്ര നാൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ US എടുക്കുന്ന നയങ്ങൾ കാനഡയിൽ വളരെ റിഫ്ലക്റ്റ് ചെയ്യുന്ന കാര്യമുള്ളൂ, എന്ത് സെറ്റപ്പ് ആണെങ്കിലും. അപ്പോൾ ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള ഡീപ്പോർട്ടേഷൻ പ്ലാൻസ് വരും. നമ്മളിവിടെ വരുന്നത് എന്തിനാണെന്ന് കൃത്യമായിട്ട് അറിയുക, ആവശ്യമില്ലാത്തൊരു പരിപാടിയിൽ ഏർപ്പെടാതിരിക്കുക.
അപ്പോൾ അത് സ്റ്റുഡൻസ് ആയിട്ട് വരുന്നവരാണെങ്കിൽ സ്റ്റുഡൻ്റ് ആയിട്ട് വന്നിട്ട് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുക, നല്ലൊരു ജോബിലോട്ട് കയറുക, നമ്മൾ നമ്മുടെ ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുക. അതുപോലെ തന്നെ ലീഗലി കയറി വരുന്ന എല്ലാവരും ഈ പറഞ്ഞ പോലെ എന്താണോ അവരുടെ മെയിൻ ഉദ്ദേശം അതിൽ മര്യാദ നല്ല രീതിയിൽ നിന്ന് പോവുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഡെഫിനറ്റ്ലി റൈറ്റ് പാത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ കയറി പോകാനും നിങ്ങൾക്ക് രക്ഷപ്പെടാനും. നിങ്ങൾക്ക് ഇപ്പോഴും ഞാൻ പറയുന്നു, ഇത്രയും ക്രൈസിസ് ഉണ്ടായിട്ട് പോലും ഞാൻ പറയുന്നു കാനഡയിൽ ഡിമാൻഡുള്ള ഒരു പ്രൊഫഷൻ ആണെങ്കിൽ, അല്ലെങ്കിൽ അത്യാവശ്യം തിരക്കേടില്ലാതെ ഡിമാൻഡുള്ള പ്രൊഫഷൻ ആണെങ്കിൽ നിങ്ങൾ മര്യാദക്കാണെങ്കിൽ നിങ്ങൾക്ക് കയറി പോകാൻ ഈസിലി അല്ല ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് ആ ഒരു ലെവലിലോട്ട് എപ്പോഴും സ്ട്രഗിൾ ഉണ്ടാവും, ഒരു സ്റ്റാർട്ടിങ് 5 to 10 years എന്നൊക്കെ പറയാം. പക്ഷേ നിങ്ങൾക്ക് അതിൽ എത്തിപ്പോകുന്ന കാര്യമുള്ളൂ. അപ്പോൾ ഇതാണ് പറയുന്നത്, നെക്സ്റ്റ് പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ചാൻസസ് ആയിട്ടുള്ള പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള പിയർ പോളിയോ വന്നു കഴിഞ്ഞാലുള്ള ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ഇമിഗ്രേഷൻ ബേസ് ചെയ്തിട്ട് മാത്രമുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. ഹൗസിങ്, ഗ്രോസറി അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ലിവിങ് ഇതിൻ്റെ നമ്മളൊരു വേറെ വീഡിയോ ഇടുന്നതാണ്. അപ്പോൾ അതിൽ ഡീറ്റെയിൽ ആയിട്ട് എന്താണെന്ന് നിങ്ങൾക്ക് കാണാം. കാരണം എപ്പോഴും അറിഞ്ഞിരിക്കുന്നതല്ലാണ് ഒരു പ്രധാനമന്ത്രി പുതിയത് വരുമ്പോൾ അവരുടെ മാനിഫെസ്റ്റോ അല്ലെങ്കിൽ അവരുടെ അപ്രോച്ച് എന്താണ് എന്നുള്ളത്. കാരണം നമ്മളവിടെ നിൽക്കാനുള്ളപ്പോഴാകുമ്പോൾ നമുക്ക് നമ്മുടെ ലൈഫിനെ വളരെ രീതിയിൽ അഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ കൂടുതലൊന്നും പറയുന്നില്ല. നെക്സ്റ്റ് വീഡിയോ നിങ്ങൾ വാച്ച് ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സീ യു ഗൈസ് ഇൻ നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ ബൈ.